ഹായ് ഹലോ, ഞാൻ ഇന്ന് 6:30 ആയപ്പോഴത്തേക്ക് കാക്കനാട് ചന്തയിൽ നല്ല ഫ്രഷ് മത്തി കൊല്ലനാട്ടിൽ ചാളയെന്ന് പറയും കിട്ടിയായിരുന്നു. ഞാൻ കറിയൊക്കെ വെച്ചിട്ട് കഴിച്ചതിന് ശേഷമാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ക്ഷീണമൊക്കെ കാണും എൻ്റെ വോയിസിൽ, കാരണം വയറ് നിറച്ച് കഴിച്ചിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാൻ ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് കണ്ടിക്കാനിരുന്നപ്പോൾ അമ്മയുടെ ഒരു ഡയലോഗ് എന്തായിരിക്കും, ഞങ്ങളുടെ നാട്ടിൽ ഈ മത്തിയൊക്കെ നല്ല തൊലി ഉരിച്ചിട്ടാണ് വെക്കുന്നത്, പക്ഷേ അമ്മ അങ്ങനെ വെക്കത്തില്ല, അമ്മ മീൻ കൂട്ടത്തതുമില്ല. അതുകൊണ്ട് അമ്മയുടെ ഡയലോഗ് പറയുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊന്നും ഒന്നാമതേ കണ്ടിച്ച് നല്ല ക്ലീനാക്കി വെച്ചിട്ട് പിന്നെ ഇനി തൊലിയൊക്കെ ഉരിച്ച് എന്തിനാണ് മീൻ ചീത്തയാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. എനിക്കറിയാവുന്നതിലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ. പിന്നെ ഒരു 5 എടുത്തിട്ട് ഞാൻ പൊരിക്കാൻ വേണ്ടി വെച്ചു. താണ്ടേ ഇത് കാശ്മീരി ചില്ലി പൗഡർ. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ചീര ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ ഞാൻ നട്ട ചീരയാണ്. ഞാനത് രാവിലെ പീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, ഇത്രയാണ് എൻ്റെ ചേരുവകൾ. സിമ്പിൾ കറിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് മുളക് കറി വയ്ക്കുന്നത് കേട്ടോ. ഒരു സിമ്പിളായിട്ട് വയ്ക്കും, നമുക്ക് എല്ലാവർക്കും എളുപ്പമായിട്ട് വയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. വലിയ സംഭവമൊന്നുമല്ല. എന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, തക്കാളി ഇടുക. തക്കാളി ഒന്ന് നല്ല രീതിയിൽ വഴറ്റി വരുമ്പോൾ അതിനകത്ത് പുളി എടുത്തിടുക. പുളി മറ്റേ വടക്കംപുളിയാണ് ഇട്ടേക്കുന്നത്. ആ വടക്കംപുളി ഇട്ട് അത് നല്ല രീതിയിലൊന്ന് ഒരു ചെറിയൊരു ഇതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട്, ഇവിടെ ഫ്രഷ് കറിവേപ്പിലാണ്, ഇവിടെ നോയിപ്പിച്ച് കൊണ്ടുവന്ന കറിവേപ്പില, അത് ഇട്ട് കൊടുത്ത് ഈ ചേരുവകളെല്ലാം കൂടെ ഉണ്ടല്ലോ ഇതിനകത്ത് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റി വരുമ്പോൾ ഈ ചേരുവകളെല്ലാം കൂടെ എടുത്ത് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഒരു ഇച്ചിരി ഇഞ്ചി ഉണ്ടെങ്കിൽ ചേർക്കാൻ, വേണമെങ്കിൽ വേണ്ട, അത് നിങ്ങളുടെ ഓപ്ഷൻ പോലെ ഇരിക്കും. എൻ്റെ ഓപ്ഷനിൽ എനിക്ക് അത് വേണം കേട്ടോ. എനിക്ക് ഇഞ്ചി നിർബന്ധം. വെളുത്തുള്ളി വേണമെങ്കിലും ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഇഞ്ചി മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ചേരുവകളെല്ലാം ഞാൻ എടുത്തങ്ങ് തട്ടിയും കൊടുക്കുക. ഇതെല്ലാം തട്ടി കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റും. അപ്പോൾ ഒരു കരിഞ്ഞ സ്മെല്ല് വരുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അത് കുറുക്കി ഒന്നും കൂടെ അങ്ങ് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഗ്ലാസ് വെള്ളം വീണ്ടും അങ്ങ് ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നല്ല രീതിയിൽ അങ്ങ് തിള വരും. നല്ല രീതിയിൽ തിള വരുമ്പോഴത്തേക്ക് നമ്മളെന്തോ ചെയ്യണം, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി എല്ലാം കൂടെ ഇതിനകത്തെടുത്തങ്ങ് ഇടണം. ഇതിനകത്തിട്ടിട്ട് ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുവരെ ഞാൻ ഒരുപാട് തീ ഇട്ടില്ലായിരുന്നു. എങ്കിൽ ഒരുപാട് സിമ്മിലുമല്ല, എങ്കിൽ ഒരുപാട് ഇതിലുമല്ല, അങ്ങനെ മീഡിയം വെച്ചു. ഇനി അങ്ങോട്ട് സിമ്മ് മാറ്റി വെച്ചിട്ട് നല്ല ഫുള്ളങ്ങ് വെച്ചേക്കുവാണ്. തീ ഹൈ സ്പീഡിൽ വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. അതവിടെ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചേരുവകളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ അതവിടെ പൊരിക്കാൻ വെച്ചു. അപ്പോഴത്തേക്ക് നല്ല തിള വന്ന് പിന്നെ വീണ്ടും സിമ്മിലാക്കി. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ചീരയും കൂടെ അങ്ങ് വെക്കാമെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ രാത്രി ഇത് എനിക്ക് വേണ്ടി തന്നെ പ്രിപ്പറേഷൻ ചെയ്യുവാണ്. ഞാൻ വല്ലപ്പോഴുമാണ് ഫുഡ് വയ്ക്കുന്നത്. ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ ചോറ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കഴിക്കത്തില്ല. അപ്പോൾ എനിക്ക് കറികളൊക്കെ വെച്ച് 2-3 ദിവസം ഇരിക്കും. അപ്പോൾ ഇത് ഞാൻ ചട്ടി തന്നെ വെക്കുന്നുണ്ട്. 2 ദിവസവും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അവിടെ നല്ല പൊരിച്ച മീനും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. പിന്നെ ചീരയ്ക്കുള്ള അരപ്പൊക്കെ അരച്ച്, ചീര വയ്ക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ മുളക് ലാസ്റ്റ് പറ്റിച്ച് ഇങ്ങനെ ഇരിക്കും, നല്ല ഒരു പാട പോലെ കെട്ടി ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മളത് തണുക്കുമ്പോഴാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അത് സ്പൂണിട്ട് ഇളക്കുമ്പോഴത്തേക്ക്, നമ്മൾ കറിയൊക്കെ എടുക്കാൻ വേണ്ടി ഇളക്കുമ്പോഴാണ് അത് നല്ല രീതിയിൽ ഇതാവുന്നത്. ഇപ്പോൾ അത് നല്ല കട്ടി പോലെ ഇരിക്കുക. പിന്നെ ചോറും ഫ്രഷാണ്. ഞാൻ വൈകിട്ടല്ല, ചന്തയിൽ പോകുന്ന വരി അടുപ്പിട്ടിട്ട് പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് അത് അമ്മ അത് റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിരുന്നു. പിന്നെ ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് എടുത്ത് പിന്നെ ചോറും ഇട്ട്, പിന്നെ ഇത് ഒരു 8:30 സമയമായപ്പോൾ എല്ലാം പ്രിപ്പയറായി. അങ്ങനെ ഞാൻ പൊരിച്ച മീനും ചോറും ചീരത്തോരനും, ഇതിൻ്റെ ഇടയ്ക്ക് ചീര വീട്ടിൽ പിടിച്ചതായതുകൊണ്ട് ഞാൻ അമ്മയെ നിർബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ വീട്ടിൽ പിടിച്ച ചീരയാണ്, അതുകൊണ്ട് അമ്മ ഒരു പിടി ചോറും ആ ചീരയും കഴിക്കും. വേറെ ഒന്നും നിങ്ങളങ്ങനെ പ്രോട്ടീനായിട്ടുള്ള ഒന്നും നിങ്ങൾ കഴിക്കുന്നില്ല, വെറുതെ ചുമ്മാ കുറച്ച് ഇഡലിയും റസ്ക്കും ബിസ്ക്കറ്റും മാത്രം കഴിച്ചുകൊണ്ടിരിക്കാതെ കുറച്ച് ചോറെങ്കിലും കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടതുകൊണ്ട് അമ്മ കഴിച്ചു. പക്ഷേ അമ്മയുടെ കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അമ്മ അത് ഫ്രണ്ടിൽ പോയിരുന്ന് കഴിച്ചതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അമ്മ ചീരയും ചോറുമായിട്ട് കഴിച്ചു. ഞാനിതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അടിപൊളി ടേസ്റ്റാണ്. വിശന്നിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട്, അല്ലെങ്കിലും കൊള്ളാം കറി. ഞാൻ വയ്ക്കുന്ന കറി ഇഷ്ടപ്പെടാതെ എനിക്ക് ഇന്നേവരെ തോന്നിയിട്ടില്ല. ഞാൻ അതുപോലെ ടേസ്റ്റിൽ വയ്ക്കുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.